ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് ആണ് ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് മൊഡ്യൂൾ 4 തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ആണ് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് മോളിക്കുലർ മാസ് ഓഫ് പോളിമേഴ്സ് ആണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആ രണ്ടെണ്ണവും. പിന്നെ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് ആ ഒരൊറ്റ ഇതിൽ വരുന്നത്. സോ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്താണ്? പോളിമേഴ്സ് എന്താണ്? പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള മോളിക്യൂൾസ് ആണ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ മോളിക്യൂൾസ്, സിമ്പിൾ മോളിക്യൂൾസ് എന്താണ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറായിട്ട് അവർ ഫോം ചെയ്ത് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആയിട്ട് ഒന്നിച്ച് ഇരിക്കുന്നതിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സിംഗിൾ മോളിക്യൂൾസിനാണ് നമ്മൾ മോണോമർ എന്ന് പറയുന്നത്. ആൻഡ് മോണോമേഴ്സ് എല്ലാം കൂടി ചേർന്നാലാണെങ്കിൽ നമുക്ക് പോളിമർ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ആ റിയാക്ഷൻ ഏത് പോളിമേഴ്സ് ആണ് മോണോമേഴ്സിൽ നിന്ന് പോളിമേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോളിമേഴ്സിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള പോളിമേഴ്സിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ട്, അതാണ് സ്റ്റാർട്ടിങ് കിടക്കുന്നത്. അത് ഞാൻ എടുക്കാം. പോളിമേഴ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ അറിയാവുന്ന ഒരു പോളിമറാണ് നമ്മൾ പോളിത്തീൻ എന്ന് പറയുന്നത്. അത് ഈഥീൻ എന്ന് പറയുന്ന മോണോമറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പല പോളിമേഴ്സ് ഉണ്ട്. ലൈക്ക് പി വി സി ഒരു പോളിമറാണ്, പോളിവിനൈൽ ക്ലോറൈഡ്. അത് കിട്ടുന്നത് വിനൈൽ ക്ലോറൈഡ് എന്ന മോണോമറിൽ നിന്നാണ്. വിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ മോളിക്യൂള് റിപ്പീറ്റ് ചെയ്ത് ഒരു ചെയിൻ സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ആ വലിയ മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്. സോ പോളിമറിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ. ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്താണ്? അപ്പോൾ ഈ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പി വി സി അത് സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അതല്ല നാച്ചുറൽ പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇതൊക്കെ നാച്ചുറൽ പോളിമേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സ് ആണ്. അത് നമുക്ക് വളരെയധികം കുറവാണ്. അത് സിന്തറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോളിമേഴ്സ് എന്ന് പറയുന്നത് ആണ് ഭയങ്കരമായിട്ടുള്ളത്. ആൻഡ് ഇപ്പം സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ തന്നെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിന്തറ്റിക് പോളിമേഴ്സ് ആണ് നമ്മളിപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് പോളിമേഴ്സ്. ഓക്കെ, അപ്പം അത് നമ്മളുടെ അത് എൻവയോൺമെൻ്റലി അതെന്താണ്? ഓഫ് കോഴ്സ് ഇറ്റ് അഫക്ട്സ് ദ എൻവയോൺമെൻറ്റ്. സിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ ദ നെയിം. ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. എന്താണ്? Polymers which break down and lose their initial integrity are called biodegradable polymers. Once they are used, നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആകണം. ആൻഡ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണോ അതിൻ്റെ ഫങ്ഷൻസ് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യണം. നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു രീതിയിലുള്ള ഹാംനെസ് അത് ഉണ്ടാക്കുകയും ചെയ്യരുത്. ഇത് കൂടുതലും മെഡിക്കൽ ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. സെക്കൻഡ് ഓപ്പറേഷൻ ഫോർ റിമൂവിങ് ദം ഓർ ഫോർ ഗ്രാജുവൽ റിലീസ് ഓഫ് എ ഡ്രഗ്. അങ്ങനത്തെ പല ടെക്നിക്കുകളിൽ നമ്മൾ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് യൂസ് ചെയ്യുന്ന കാണപ്പെടാറുണ്ട്. ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അവ നോൺ ടോക്സിക് ആണ്, കേപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റി അണ്ടിൽ ഡീഗ്രേഡ് ആവുന്നിടം വരെ തൻ്റെ ഫങ്ഷൻ എന്താണോ അല്ലെങ്കിൽ തനിക്കുള്ള റോൾ എന്താണോ അത് നിർവഹിക്കും. അത് അത്രയും മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റി അതിൻ്റെ നല്ലതാണ്. പിന്നെ കൺട്രോൾഡ് റേറ്റ്സ് ഓഫ് ഡീഗ്രഡേഷൻ ഉണ്ട്. ഫാക്ടേഴ്സ് കൺട്രോളിങ് റേറ്റ് ഓഫ് ഡീഗ്രഡേഷൻ, ക്രിസ്റ്റ്യാലിറ്റി, അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് തന്നെ അങ്ങനെ. മോളിക്കുലർ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹൈഡ്രോഫോബിസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, the environment surrounding the polymer will be different in different locations in the body. സോ അതാണ് നമ്മുടെ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മോളിക്കുലർ മാസ് ഓഫ് പോളിമേഴ്സ്. എന്താണ് മോളിക്കുലർ മാസ് ഓഫ് പോളിമേഴ്സ്? മോളിക്കുലർ ഒരു പോളിമറിൻ്റെ എത്ര ആണ് മാസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 2 തരങ്ങളുണ്ട്. നമ്പർ ആവറേജ് മോളിക്കുലർ മാസും കണ്ടുപിടിക്കാം, വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസും കണ്ടുപിടിക്കാം. എന്നും കണ്ടുപിടിക്കാം, MWയും കണ്ടുപിടിക്കാം. നിങ്ങളുടെ സിലബസിൽ ഇത് എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ. സോ എന്താണ് നമ്പർ ആവറേജ് ആൻഡ് നമ്പർ വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ്? എന്താ? ടോട്ടൽ മാസ് ഓഫ് ദ മോളിക്യൂൾ ഓഫ് എ സാമ്പിൾ ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ. അതിനെയാണ് നമ്പർ ആവറേജ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. എത്ര മാസ് സാമ്പിളിൽ നമ്മൾ എത്ര മാസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ ആവറേജ് മോളിക്കുലർ മാസ് കിട്ടുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ. Mn is equal to N1 Mn. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലർ മാസ്. അപ്പോൾ N1 Mn എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫസ്റ്റ് മോളിക്യൂൾ വിത്ത് മോളിക്കുലർ മാസ് M1. ഓക്കെ. അതിൻ്റെ N1 M1 പ്ലസ് N2 M2 പ്ലസ് N3 M3 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് M3. N1 N2 N3 എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അതിൻ്റെ അഡീഷൻ ആണല്ലോ താഴെ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമല്ലേ, അതാണ് നമ്മുടെ നമ്പർ ആവറേജ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ഇഫ് M1 M2 ആർ മാസ് ഓഫ് ദ സ്പീഷീസ് വിത്ത് മോളിക്കുലർ മാസസ് M1 M2 M3. അപ്പോൾ വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ് MWനെ നമ്മൾ എങ്ങനെ എഴുതും? M1 എന്ന് പറഞ്ഞാൽ M1 എന്ന് പറഞ്ഞാൽ സ്മോൾ m1 എന്താണ്? മാസാണ്. ക്യാപിറ്റൽ M1 അതിൻ്റെ മോളിക്കുലർ മാസാണ്. ഓക്കെ. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. അത് വളരെ കൂടുതൽ മാർക്കിനൊന്നും ചോദിക്കത്തില്ല, പാർട്ടിലൊക്കെ ചോദിച്ചാലേ ഉള്ളൂ. ഓക്കെ. പിന്നെ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. എന്താണ്? മാസ് ആവറേജ് മോളിക്കുലർ മാസും നമ്പർ ആവറേജ് മോളിക്കുലർ മാസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് PDI എന്ന് പറയുന്നത്. നാച്ചുറൽ പോളിമേഴ്സിന് PDI യൂഷ്വലി 1 ആണ്. പക്ഷേ സിന്തറ്റിക് പോളിമേഴ്സിന് അതെന്താണ്? ഹയർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ. സോ അത്രയാണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പോളിമേഴ്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് ഏത് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമേഴ്സ് ഏതൊക്കെ മോണോമേഴ്സിൽ നിന്ന് പോളിമേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ റിയാക്ഷനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ പോളിമറൈസേഷൻ തന്നെ കുറച്ച് രീതിയിലുണ്ട്, 2-3 ടൈപ്സിലുണ്ട്. ആൻഡ് പിന്നെ പറയുന്നത് അതിൽ കുറച്ച് ആൾക്കാരുടെ പ്രിപ്പറേഷൻ, കുറച്ച് പോളിമേഴ്സിൻ്റെ പ്രിപ്പറേഷനാണ് പിന്നെ പറയുന്നത്. ഇത്ര നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.